ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്നേഹിച്ചവർ പകുതി വഴിയിൽ ഇട്ടേച്ചു പോകുമ്പോൾ തകർന്നു പോകുന്നത് നമ്മുടെയൊക്കെ മനസ്സല്ലേ? ചിലപ്പോഴൊക്കെ നാം ചിന്തിക്കും, എവിടെയാണ് എനിക്ക് തെറ്റുപറ്റിയതെന്ന്, ഞാൻ കൊടുത്ത സ്നേഹം മതിയാകാതെ വന്നതായിരിക്കുമോ എന്നില്ല. എന്നാൽ സത്യം അതൊന്നുമല്ല. സ്നേഹത്തിൽ നിന്നും ഉത്തരവാദിത്തങ്ങളിൽ നിന്നുമെല്ലാം ഒളിച്ചോടുന്ന ആളുകൾക്ക് നമ്മൾ നൽകിയ സ്നേഹത്തിൻ്റെ ആഴം മനസ്സിലാക്കാൻ കുറച്ച് സമയം ആവശ്യമാണ്. അവർ നിങ്ങളെ പാതി വഴിയിൽ ഉപേക്ഷിച്ചു പോയിട്ടുണ്ടാകാം. നിശബ്ദത കൊണ്ട് നിങ്ങളെ വേദനിപ്പിക്കുന്നുമുണ്ടാകാം. പക്ഷേ ഒരു ഘട്ടത്തിൽ അവർ തീർച്ചയായിട്ടും ഓർക്കും, ഞാൻ വേണ്ടെന്ന് വെച്ചത് ഒരു വലിയ സ്നേഹത്തെ ആയിരുന്നുവെന്ന്. അവർക്ക് ആ കുറ്റബോധം തോന്നുവാൻ, അല്ലെങ്കിൽ അവർ നിങ്ങളുടെ അടുത്തേക്ക് തിരികെ വരുവാൻ നിങ്ങൾ ചെയ്യേണ്ട 2 പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത്. ഇത് അവരെ നിർബന്ധിച്ച് തിരികെ കൊണ്ടുവരാനൊന്നുമല്ല, മറിച്ച് നിങ്ങളുടെ മൂല്യം അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാനുള്ള 2 വഴികളാണ്. സോ വീഡിയോ മുഴുവനായിട്ടും കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ആ 2 പോയിന്റ്സ് അതെന്തൊക്കെയാണെന്ന് നോക്കാം. അതിൽ ഫസ്റ്റ് വൺ നോ കോണ്ടാക്ട് റൂളാണ്. ശരിക്കും പറഞ്ഞാൽ മൗനത്തിൻ്റെ കരുത്ത് എന്ന് തന്നെ പറയാം. അവർ നിങ്ങളെ അവഗണിക്കുമ്പോൾ ഫോൺ വിളിച്ചും മെസ്സേജ് അയച്ചും കരഞ്ഞും അവരെ തിരികെ വിളിക്കാൻ ശ്രമിക്കുന്നത് അവരിൽ നിങ്ങളോടുള്ള ഒരു മടുപ്പ് അത് കൂട്ടുക മാത്രമേ ചെയ്യുകയുള്ളൂ. ഇവിടെയാണ് നോ കോണ്ടാക്ട് റൂള് അത് പ്രസക്തമാകുന്നതും. എന്താണ് ചെയ്യേണ്ടതെന്നല്ലേ? കുറഞ്ഞത് 30 മുതൽ 90 ദിവസത്തേക്ക് അവരുമായിട്ട് യാതൊരു ബന്ധവും ഉണ്ടാകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. സോഷ്യൽ മീഡിയയിൽ ഒന്നും അവരെ പിന്തുടരാതിരിക്കുക. എൻ്റെ ഒരു സുഹൃത്തിൻ്റെ കഥ വേണമെങ്കിൽ പറയാം. അവൻ പ്രാണനേക്കാളും സ്നേഹിച്ച ഒരു പെൺകുട്ടി അവനെ ഉപേക്ഷിച്ച് പോയപ്പോൾ അവൻ ആകെ തകർന്നുപോയി. ദിവസവും 100 കണക്കിന് മെസ്സേജുകൾ അയക്കും, മറുപടി കിട്ടില്ലെന്ന് അറിഞ്ഞിട്ടും. പക്ഷേ അവൾക്കത് വെറും ശല്യമായിട്ടാണ് തോന്നിയത്. ഒടുവിൽ അവൻ പൂർണ്ണമായിട്ടും തീരുമാനിച്ചു, ഇനി വേണ്ട. അവളുടെ ജീവിതത്തിൽ നിന്നും അവൻ അപ്രത്യക്ഷമായി. 2 ആഴ്ച കഴിഞ്ഞപ്പോൾ അവൾ ചിന്തിച്ചു തുടങ്ങി, എപ്പോഴും എൻ്റെ പിന്നാലെ നടന്നിരുന്ന ആ ആൾ എവിടെ പോയി? മാസം 1 കഴിഞ്ഞപ്പോൾ അവൾക്ക് അവൻ്റെ അഭാവം വലിയൊരു ശൂന്യതയായി തോന്നി. ഒടുവിൽ അവൾ തന്നെ അവനെ തേടി വന്നു. കാരണം മൗനത്തിന് വാക്കുകളേക്കാൾ വലിയ ശക്തിയുണ്ട്. ശരിക്കും ഈ ഒരു കാര്യം നിങ്ങളെ അവോയ്ഡ് ചെയ്യുന്ന ആ വ്യക്തിയെ എങ്ങനെ ബാധിക്കുന്നു എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? അതിൽ ഫസ്റ്റ് പോയിന്റ് സ്പേസ് ആണ്. അവർക്ക് നിങ്ങളെ മിസ് ചെയ്യാൻ നിങ്ങൾ കുറച്ച് സ്ഥലം അത് കൊടുക്കണം. എപ്പോഴും നിങ്ങൾ അവിടെ അവൈലബിൾ ആയിട്ടിരുന്നാൽ അവർക്ക് എങ്ങനെയാണ് നിങ്ങളെ മിസ് ചെയ്യുക? സോ സ്പേസ് ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത് ക്യൂരിയോസിറ്റിയാണ്. ഒരു കൗതുകം ഉണ്ടാകണം. ഇത്രയും സ്നേഹിച്ച ആൾ പെട്ടെന്ന് എവിടെ പോയി എന്ന ചിന്ത അവരെ അസ്വസ്ഥരാക്കും. ഇത്തരം കാര്യങ്ങളിലൂടെയെല്ലാം അവർക്ക് അല്ലെങ്കിൽ അവരെ ഈ ഒരു കാര്യം ബാധിക്കും. അപ്പോൾ തിരിച്ച് അവർ ചിന്തിക്കാൻ തുടങ്ങും, ആ വ്യക്തി എവിടെ പോയി, അല്ലെങ്കിൽ അവർക്ക് മിസ് ചെയ്യാൻ തുടങ്ങും. സോ അതുകൊണ്ട് ഫസ്റ്റ് പോയിൻ്റായിട്ട് പറയുന്ന ഈ കാര്യം ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. അത് നിങ്ങൾ കുറഞ്ഞത് ഒരു 30 തൊട്ട് 90 ദിവസത്തേക്ക് കണ്ടിന്യൂസ് ആയിട്ട് അത് ഫോളോ ചെയ്യണം. എങ്കിൽ മാത്രമേ ഇതിന് റിസൾട്ട് ഉണ്ടാവുകയുള്ളൂ. ഇനി 2ാമത്തെ പോയിന്റ് നോക്കാം, സെൽഫ് ഗ്രോത്ത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. സ്വയം വളരാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾ അവർക്ക് വേണ്ടി കാത്തിരിക്കുകയല്ല, പകരം നിങ്ങളുടെ ജീവിതം ആഘോഷിക്കുകയാണ് എന്ന് അവർ കാണണം. ഒരാൾ പോയതുകൊണ്ട് നിങ്ങളുടെ ലോകം അവസാനിച്ചില്ല എന്ന് ബോധ്യപ്പെടുത്തുക. ഇതിലേക്ക് എങ്ങനെ മാറാം എന്ന് ചിന്തിക്കുകയാണെങ്കിൽ ശാരീരികമായും മാനസികമായും സാമ്പത്തികമായും നിങ്ങൾ വളരണം. അതാണ് ഇതിനുള്ള ഉത്തരം. പഴയതിനേക്കാളും മികച്ച ഒരു വേർഷൻ, നിങ്ങളിലെ ഏറ്റവും ബെസ്റ്റ് വേർഷൻ അതായിട്ട് നിങ്ങൾ മാറണം. പ്രണയനൈരാശ്യം ബാധിച്ച ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. ഭയങ്കര ദുഃഖത്തിലായിരുന്നു അവൾ എപ്പോഴും. അവൾക്കൊരു ഭക്ഷണം പോലും കഴിക്കാൻ പറ്റില്ല, അങ്ങനെയെല്ലാം ആയിരുന്നൊരവസ്ഥ. പക്ഷെ ഒരു ദിവസം അവൾ കണ്ണാടിയിൽ നോക്കി സ്വയം പറഞ്ഞു, മറ്റൊരാൾക്ക് വേണ്ടി എന്തിനാണ് ഞാൻ എന്നെ നശിപ്പിക്കുന്നതെന്ന്. കാരണം അവൾക്കപ്പോഴാണ് ആ തിരിച്ചറിവുണ്ടായത്, സ്വന്തം ജീവിതം താൻ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ളത്. അങ്ങനെ അവൾ സ്വന്തമായിട്ട് ഒരു കെയർ കൊടുക്കാൻ തീരുമാനിച്ചു. സ്വന്തമായിട്ട് മുന്നോട്ട് പോകണമെന്ന് തീരുമാനിച്ചു. അവൾ ജിമ്മിലൊക്കെ പോയി വർക്കൗട്ടൊക്കെ ചെയ്യാൻ തുടങ്ങി. മുടിയൊക്കെ മുറിച്ച് പുതിയൊരു സ്റ്റൈലൊക്കെ പരീക്ഷിച്ചു. അതുപോലെ തന്നെ അവളുടെ കരിയറിൽ നന്നായിട്ട് ശ്രദ്ധിച്ചു. കുറച്ച് മാസങ്ങൾക്ക് ശേഷം അവൾ തികച്ചും ആത്മവിശ്വാസമുള്ളൊരു സുന്ദരിയായ സ്ത്രീയായി മാറി. ഒരു ഫംഗ്ഷനിൽ വെച്ച് അവളെ കണ്ടപ്പോൾ ആ പഴയ കാമുകന് അയാൾക്ക് അവളിൽ നിന്ന് കണ്ണെടുക്കാൻ തോന്നിയില്ല. അവൾക്ക് അവനെ ആവശ്യമില്ല എന്ന തിരിച്ചറിവ് അതുപോലെ തന്നെ അവനെ വല്ലാതെ വേദനിപ്പിക്കുകയും ചെയ്തു. അതാണ് ശരിക്കും ഒരാളുടെ വളർച്ചയുടെ മധുര പ്രതികാരം എന്നെല്ലാം പറയുന്നത്.
ഇതിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് പുതിയ ഹോബികൾ കണ്ടെത്തുക, യാത്രകൾ പോവുക, പുതിയ കാര്യങ്ങൾ പഠിക്കുക. അത്തരത്തിലെല്ലാം നിങ്ങളുടെ വളർച്ചയെ നിങ്ങൾക്ക് വളർത്തിയെടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വളരാൻ സാധിക്കുന്നതാണ്. അതുപോലെ സോഷ്യൽ മീഡിയയിലെ പ്രസൻസ്, നിങ്ങൾ സന്തോഷത്തോടെ ഇരിക്കുന്ന ചിത്രങ്ങൾ പങ്കുവയ്ക്കുക. പക്ഷേ അത് ആ വ്യക്തിയെ കാണിക്കാൻ വേണ്ടി മാത്രമാവരുത്. നിങ്ങൾ സന്തോഷത്തോടെ ആയിരിക്കണം ആ സമയത്ത്, അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ആ ഒരു ബെസ്റ്റ് വേർഷനിലേക്ക് മാറുന്ന ഒരു കാലഘട്ടമായിട്ട് വേണം ഈ ഒരു സമയത്ത് നിങ്ങൾ നിങ്ങളെ തന്നെ ട്രീറ്റ് ചെയ്യാനും മുന്നോട്ട് പോകാനും. അപ്പോൾ ഈ പറഞ്ഞ 2 കാര്യങ്ങൾ ഏകദേശം പിടികിട്ടി കാണുമല്ലോ അല്ലേ? നിങ്ങളിത് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 റിസൾട്ടാണ് ഉണ്ടാവുക. നോ കോണ്ടാക്ട് റൂള് ആൻഡ് സെൽഫ് ഗ്രോത്ത്. ഇതിൽ നിങ്ങൾക്ക് 2 റിസൾട്ട് ഉണ്ടാകും. ഒന്നാമത്തെ കാര്യം, നിങ്ങൾ പഴയതിനേക്കാൾ 10 ഇരട്ടി സ്മാർട്ടാകും. അത് ഷുവറാണ്. സുന്ദരനോ സുന്ദരിയോ ആകും, ലൈഫിൽ സെറ്റിലാകും. രണ്ടാമത്തെ കാര്യം, ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾ ഇട്ടേച്ചു പോയ ആൾക്ക് അയ്യോ ഈ ഒരു മുത്തിനെയാണല്ലോ ഞാൻ കളഞ്ഞത് എന്നോർത്ത് ഉറക്കമില്ലാത്ത രാത്രികൾ അത് തീർച്ചയായിട്ടും ഉണ്ടാകും. ഇത് ശരിക്കും പറഞ്ഞ ഒരു മധുര പ്രതികാരത്തിലേക്ക് കൂടി പോകുന്നുണ്ട്, ശരിയല്ലേ? സത്യം പറഞ്ഞാൽ അവർ തിരിച്ചു വരുന്നതിനേക്കാളും എല്ലാം ഇതിലുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, അല്ലെങ്കിൽ ആ ഒരു കൗതുകം എന്ന് പറയുന്നത്, ആ പഴയ ആ ഒരു ക്യാരക്ടറിൽ നിന്നും നിങ്ങൾ മാറി, എപ്പോഴും കരഞ്ഞ് പിന്നാലെ നടക്കുന്ന ആ ഒരു ക്യാരക്ടറിൽ നിങ്ങൾ മാറി കുറച്ച് മാസ്സായിയാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ ഒരു മാസ് ക്യാരക്ടറിലേക്ക് മാറുന്നു. അതല്ലേ ഇതിൽ ഏറ്റവും കൗതുകകരമായിട്ട് എനിക്ക് തോന്നുന്നത്. പക്ഷെ നമ്മൾ ശ്രമിച്ചാൽ ഉറപ്പായിട്ട് അത് സാധിക്കും. ചിലപ്പോൾ നിങ്ങൾ ഇത്രയും വളർന്നു കഴിയുമ്പോൾ ആ പഴയ ആൾ തിരിച്ചു വന്നാലും നിങ്ങൾ പറയും, സോറി ബോസ്, ആ പഴയ ഷോപ്പ് അതെല്ലാം ഇപ്പോൾ ക്ലോസ്ഡ് ആണ്, എനിക്ക് തീരെ താല്പര്യമില്ല, വിട്ടുപൊക്കോളാൻ. അതുകൊണ്ട് അവർ വരുമോ ഇല്ലയോ എന്ന് ആലോചിച്ച് ഇപ്പോൾ തല പോയിക്കണ്ട. നിങ്ങൾ നിങ്ങളെ സ്നേഹിച്ചു തുടങ്ങുക. ബാക്കിയൊക്കെ വഴി പോലെ, ബാക്കിയൊക്കെ അതിൻ്റെ വഴിക്ക് നടക്കും. അപ്പോൾ പിന്നെ എങ്ങനെയാ? ഇപ്പോൾ തന്നെ തുടങ്ങുമല്ലേ? പ്ലാനുകളൊക്കെ റെഡിയാക്കി എത്രയും പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യുക. സിമ്പിളായിട്ടുള്ള 2 കാര്യങ്ങളാണ്. അപ്പോൾ എല്ലാവർക്കും നിങ്ങളുടെ ഇപ്പോഴത്തെ വേർഷനെ കഴിഞ്ഞും ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു നല്ല വേർഷനിലേക്ക് മാറാൻ സാധിക്കട്ടെ. അതുപോലെ തന്നെ അതിലും നല്ലൊരാൾ നിങ്ങളുടെ ഈ പുതിയ വേർഷനെ തേടി വരും എന്നതും ഉറപ്പാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും എല്ലാം വേണം. അപ്പോൾ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു. ബൈ ബൈ.